ഇന്ന് കുറേ പണികളുണ്ടായിരുന്നു. രാവിലെ പലഹാരപ്പണി കഴിച്ചിട്ട് ഞാൻ കോഴികളൊക്കെ വിട്ടു കേട്ടോ. അവർക്ക് തിന്നാൻ കൊടുക്കൽ കഴിഞ്ഞ് പിന്നെ കൊപ്പറ ഉണ്ടായിരുന്നു, കുറച്ച് കൊപ്പറേ ഉള്ളൂ. അതൊക്കെ ഞാൻ വെയിലത്തിട്ടു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം 7 കിലോനെ 8 കിലോനേറ്റേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ കുറച്ചിട്ടുള്ളൂ. പിന്നെ അതിൽ നിന്ന് രാവിലെ തന്നെ ഞാൻ എന്ത് തട്ടി അലക്കാൾ വാഷിംഗ് മെഷീനിൽ ഇട്ടുന്നു. അത് വെയിൽ വരുമ്പോഴത്തേന് അത് തോരട്ടെ പറഞ്ഞിട്ട് തോരടിയിരുന്നു കേട്ടോ. അതൊക്കെ അയലിട്ട് അപ്പോൾ തന്നെ നമ്മൾ വെള്ളത്തിന് വരുന്ന ഞങ്ങളെ തൊട്ടടുത്തൊരു വാർപ്പ് നടക്കണ്ടേ കട. അപ്പോൾ അവർ വെള്ളത്തിന് വന്നിരുന്നു. അപ്പം അങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുക. കുറച്ച് നേരം അത് നിന്നു. അങ്ങനെ ഒന്നും പിന്നെ എന്താ പറയുക, കുറേ ദിവസമായി നനക്കണം വിചാരിക്കും. വൈകുന്നേരം ആയാൽ കുളി കഴിഞ്ഞ് നനക്കണം ഇഷ്ടമല്ല. അപ്പം നനക്കാൻ ഇറങ്ങിയതാട്ടോ. അങ്ങനെ നനക്കാൻ ഇറങ്ങി എന്താ പറയുക, നനക്കാൻ തുടങ്ങുമ്പോൾ എന്താ ഉണ്ടായിരിക്കുമെന്ന് അറിയോ, അവിടെ ഓസ് കിടക്കണം. അപ്പോൾ അവിടുന്ന് നനക്കാമെന്ന് വിചാരിച്ചു അവിടെ നോക്കുമ്പോൾ ഓസ് എന്തോ നാളികേരം എന്തോ വീണ്ടും പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അത് ഓഫാക്കി. എന്നിട്ട് പിന്നെ ഒട്ടിക്കാനുള്ളത് ഇൻസുലേഷനും മറ്റേ ക്ലീൻ ഫിലിമില്ലേ അതുകൊണ്ടാട്ടോ ഒട്ടിക്കണത്. ആദ്യം അതും കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മാസ്കിൻ ടേപ്പ് ഇട്ട് ഒട്ടിച്ചു. അങ്ങനെ ഒരു തുണി വെച്ച് കെട്ടിയിട്ട് പിന്നെ ലീക്ക് കുറേ നേരം അതിന് മനക്കെട്ട് കിട്ടാം. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് ഇതാക്കിയിട്ട് പിന്നെ അതും കൊണ്ടിട്ട് പോന്നു. പിന്നെ മോട്ടർ ഓണാക്കണ്ട. അങ്ങനെ മോട്ടർ ഓണാക്കാൻ പോയി. അങ്ങനെ ഓസ് നനക്കട്ടോ. ഞങ്ങളെ ഇതൊരു വഴി പോലത്തെ സ്ഥലമാണ്. അവിടെ ഗേറ്റ് ഉണ്ട്. ഞങ്ങളെ ബാക്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു ഗേറ്റ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ കുറേ കഴുങ്ങും തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ കഴുങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നനച്ചു കൊടുക്കും. പിന്നെ എന്താ പറയുക, ഈ ഓസ് ഉണ്ടല്ലോ 1.5 HP മോട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഓസ് നല്ല കനാണ്. അത് രണ്ടാളില്ലാതെ നടക്കില്ല കേട്ടോ. എന്നാലും വെള്ളം വെച്ചിട്ട് ഞാനിത് വെയിൽ കാണുമ്പോൾ ഇടങ്ങറാവുകയാണ്. പിന്നെ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നാൽ പിന്നെ എനിക്കിഷ്ടമല്ല. പിന്നെ വൈകുന്നേരത്ത് നനക്കണമെങ്കിൽ പിറ്റേ ദിവസം നേരം കൊടുക്കുമ്പോൾ വരെ തണുപ്പ് കിട്ടും. പക്ഷേ വൈകുന്നേരം വേഗം ഇരുട്ടാവുകയാണ്. അല്ല പാമ്പെന്തെങ്കിലും ഉണ്ടെങ്കിൽ പേടിയാണ് വിചാരിച്ചിട്ട് എന്ത് കാട്ടി നേരം രാവിലെ തന്നെ നനക്കാൻ നിന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോരോ തെങ്ങിന് ഓരോരോ ഭാഗം നനക്കുന്നുണ്ട്. പക്ഷെ ഓരോരോ ഭാഗം നനക്കുമ്പോൾ എന്നിട്ട് പിന്നെയും മോട്ടർ ഓഫ് ആക്കണം. എന്നിട്ട് വേണം ഓസ് പിടിച്ച് തിരിക്കണമെങ്കിൽ വേറെ ഭാഗത്തേക്ക്. അങ്ങനെ ഓരോരോ ഭാഗത്ത് ഇത്ര പ്രാവശ്യം ഞാൻ മോട്ടർ ഓഫാക്കുക, എന്നിട്ട് പിന്നെ പോയി ഓസ് വലിക്കുക. അത് കാരണം എന്നറിയോ, വലിയ ഓസല്ലേ, 1.5 HP മോട്ടറിൻ്റെ ഓസ് ഭയങ്കര വലുതാണ്. അപ്പോൾ അത് പിടിക്കാൻ സാധിക്കില്ല. പിന്നെ കുറേ വലിക്കുമ്പോൾ അത് മടങ്ങി അപ്പോൾ അത് മോട്ടറിന് കയറില്ല വെള്ളം നിൽക്കണമെങ്കിൽ. അപ്പോൾ അത് ഇതാക്കും. ഞാൻ പട്ടിട്ടിരിക്കുകയാണ്. ചപ്പ് ഇട്ടിട്ട് മൂടിയിട്ട് നിറയെ എന്താണ് പട്ടയൊക്കെ ഇട്ട്, കഴുങ്ങിൻ്റെ പട്ടല്ല അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓരോ കഴുകിൻ്റെ ചുവട്ടിലും. അങ്ങനെ ഞാൻ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ നനച്ചും കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത്രയും വേനൽക്കാലമായിട്ട് നനക്കാതിരിക്കുമ്പോൾ ഇടങ്ങാറല്ലേ, പാവല്ലായിട്ടുള്ള വെള്ളമില്ലാതെ വെള്ളം കിണറ്റിൽ എത്ര വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ നനച്ചോട് ഒരാഴ്ചയിൽ ഒരു നനയിൽ നനക്കണ്ടേ. എനിക്ക് ഇടങ്ങാറാവും കേട്ടോ. ആരും ഇല്ലെങ്കിലും വേണ്ട വെച്ചിട്ട് ഞാൻ തന്നെ ഒറ്റക്ക് ഇതാ അങ്ങോട്ട് കൊണ്ട് നടന്നിട്ട് നനക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ വലിക്കണേ, വലിച്ചിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് കൊണ്ടാകണം. അതിൻ്റെ ഇടയിൽ മടങ്ങും. വലിയ ഓസല്ലേ. അപ്പോൾ മടങ്ങിയാൽ അപ്പോൾ മോട്ടറിന് അത് കേടല്ലേ, വെള്ളം ഇങ്ങോട്ട് കിടക്കാതിരിക്കുമ്പോൾ. എല്ലാ ഭാഗത്തും സ്വിച്ചൊക്കെ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. കുരുമുളകുണ്ട്, പിന്നെ അടക്കയുണ്ട്, പിന്നെ തെങ്ങിനും നനക്കും. എല്ലാം പട്ടിട്ട കാരണം എന്താണെന്നറിയാം, അധികം നല്ല നനച്ച് വിടും. 2-3 പ്രാവശ്യം നനക്കും ഓരോരോ ഭാഗത്തിൽ. അപ്പോൾ വെള്ളം കുറച്ച് നേരം ഒരാഴ്ചക്കുള്ളത് വെള്ളം ഉണ്ടാവും അവർക്ക്. മറ്റേത് പാവല്ലേ, നമ്മൾ ഇത്രയും വെള്ളം ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ. അപ്പോൾ വേണ്ട, ഞാൻ തെങ്ങിൻ്റെ വീട്ടിലിട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ അത് ഓഫാക്കും. എന്നാലാണ് വലിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെള്ളത്തിൽ കൊടുക്കാൻ പോകില്ല. പിന്നെ അങ്ങനെ വലിച്ച് കൊണ്ടുപോകണേ. മോട്ടർ ഇട്ടാൽ പിന്നെ തണ്ട വെള്ളത്തോട് കൊണ്ടുപോകണം. നല്ല ബുദ്ധിമുട്ടാണ് ഓരോരോ ഭാഗത്തേക്ക്. ചിലപ്പോൾ ഞാൻ ചെയ്യും അങ്ങനെ വലിച്ചിട്ട് ഒറ്റിച്ച്, അല്ലെങ്കിൽ മടങ്ങി പിന്നെ അതാ വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നനക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഓരോരോ ഭാഗം നനക്കുകയാണ്. ചാമ്പക്ക ഉണ്ട്, പിന്നെ സപ്പോർട്ടുണ്ട്, അരിനെല്ലിക്ക ഉണ്ട്, പിന്നെ കുരുമുളക്, കഴുങ്ങ് എല്ലാറ്റിനും ഉണ്ട്. ഈ വേനൽക്കാലത്ത് നനച്ചോണ്ടിൽ പാവം കിട്ടൂലേ. എനിക്ക് ഇടങ്ങറാട്ടോ. ഞാനാ വിചാരിച്ചിട്ട് ഒറ്റക്ക് ചെയ്യണത്. ഇപ്പോൾ പറയുന്നുണ്ട് പോകുമൊന്നും വേണ്ട, ഇടങ്ങറാണ്, രണ്ടാളില്ല നടക്കൂല. എന്നാലും പറയാതെ അവിടെ നിന്ന് പോകുന്ന നനക്കാൻ വേണ്ടിയിട്ടോ. ഉണ്ടാവും മഴ പെയ്ത പോലെ എൻ്റെ ചെരുപ്പൊക്കെ ഊരിപ്പോയി അവിടുന്ന്. ചെരുപ്പില്ലാതെ നടക്കണേ. പിന്നെ പൊട്ടിയ ഭാഗമാണ് ഇത്. തുണിയിട്ട് കെട്ടിയിരിക്കുകയാണ് ഓരോരോ ഭാഗത്തേക്ക്. ഇപ്പാൻ്റെ പണി പട്ടി വെച്ച് കെട്ടിയിട്ടേ വളപ്പൊട്ടുണ്ടാച്ചിട്ട് അങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി നനച്ചിരുന്നതേ. രണ്ടാളുടെ അപ്പോൾ സുഖമായിരുന്നു. ഒരാളിങ്ങനെ പിടിക്കും, ഒരാളിങ്ങനെ പിടിച്ചറ്റം നിൽക്കും. നടക്കൊന്നും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോൾ കാലിന് സുഖമല്ലല്ലോ.
കാല് മുറിയേറ്റിരിക്കുകയല്ല, അത് കാരണമാണ് ഇപ്പം ഞാൻ ഒറ്റക്ക് നനക്കണത്. പിന്നെ ഇത്രയും വേനൽക്കാലത്ത് നമ്മൾക്ക് തന്നെ ബുദ്ധി സഹിക്കണില്ല. അപ്പോൾ പിന്നെ ഓരോ ചൂട് പറയണോ? ആഴ്ചയിലെങ്കിലും ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ട, അതിൻ്റെത് നമുക്ക് കിട്ടും. മറ്റേത് പാവല്ലേ, ഉണ്ടാപ്രാണികളാണ് ചെടികൾ പറഞ്ഞ് അവർ നമ്മളെ കുട്ടികളെ പോലെ തന്നെയല്ലേ, വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ. അപ്പോൾ ഇടയിൽ ആഴ്ചയിലെങ്കിലും ഒരു നന കൊടുക്കണ്ട, അത് വിചാരിച്ചിട്ട് നനക്കുക. അങ്ങനെ അറ്റത്തേക്ക് എത്തിയിട്ടോ നന, ആ അറ്റത്ത് വരണ്ട്, അവിടെ ഉണ്ട് ഇപ്പോൾ കണ്ട. അത് വലിക്കാൻ വേണ്ടിയിട്ടേ മോട്ടർ ഓഫാക്കിക്കുകയാണ്. ഇനി അത് അങ്ങോട്ട് വലിക്കണം. അപ്പോൾ ആദ്യം പോയിട്ട് മോട്ടർ ഓഫാക്കണം. അങ്ങനെ ആ തെങ്ങിൻ്റെ വീട്ടിലിട്ടിട്ട് എന്നിട്ട് പിന്നെ ഇനി വലിക്കണം, അല്ലെങ്കിൽ പിന്നെ വലിക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര കനാണ് അതിൻ്റെ ഉള്ളിൽ. 1.5 HP മോട്ടറിൻ്റെ ഉള്ളിൽ ഓസ് ഭയങ്കര ഇതല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല വെള്ളം നിൽക്കുക, വെള്ളത്തോടക്ക് വലിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പോയിട്ട് ഓഫാക്കണം, എന്നിട്ട് പിന്നെ വലിക്കണം, എന്നിട്ട് പിന്നെ മോട്ടർ ഇടുക. അങ്ങനെ ചെയ്യുക. ഒരു 4 പ്രാവശ്യം ഞാൻ നടന്നിട്ടുണ്ടാകും കേട്ടോ, ഓണാക്കാനും ഓഫാക്കാനും. മറ്റേ രണ്ടാളുടെ സുഖമാണ്, ഒരാൾ അവിടെ നിന്നാലും ഓഫാക്കാൻ പോയിട്ട് പിന്നെ വലിക്കാനും കൂടിയാൽ മതിയല്ലോ. ഇപ്പോൾ അത് പറ്റില്ല. ഇതെന്താണെന്ന് പറയുക, രാമച്ചാണ് ഈ നിൽക്കുന്നത് കണ്ടോ, ഈ ഇങ്ങനെ കട്ട പോലെ നിൽക്കുന്നത് രാമച്ചം. അങ്ങനെ മൊത്തം നനക്കൽ കഴിഞ്ഞു കേട്ടോ. നനച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണെന്ന് പറയുക, നിറയെ മാങ്ങ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ 2-3 മാങ്ങയും. അപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാം, മാങ്ങ കിട്ടി. പുളിമാങ്ങ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുള്ള മാങ്ങ. അത് 2-3 തിന്ന്. പിന്നെ ചാമ്പക്ക നിൽക്കുന്നുണ്ട്, അതും കുറേ പൊട്ടിച്ച് തിന്നു. അങ്ങനെ വിശപ്പിനുള്ളതൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ സമാധാനം. അത് വളപ്പിൽ തന്നെ ഉണ്ട്. അങ്ങനെ ചാമ്പക്കയും മാങ്ങയും വയറ് നിറച്ച് കഴിച്ചു. നനഞ്ഞ് കുതിർന്നിട്ടുണ്ടല്ലേ ഒറ്റക്ക് നനച്ചിട്ട്. നല്ല വിശപ്പാണേ. അപ്പോൾ അത് കാരണം ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടോ. മാങ്ങയും ചാമ്പക്കൊക്കെ വയറ് നിറച്ചാണ്ട് കഴിച്ചു ഞാൻ. എന്തായാലും നന കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചവരത്തെ ഒരു പണി. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ നനക്കൽ? ഞാൻ നനക്കണം നനയെ കിട്ടോ പോയി കാണിച്ചത്. എൻ്റെ വളപ്പ് മൊത്തം മക്കൾ പറയും, ഉമ്മ നനക്കൊന്നും വേണ്ട, ഉമ്മ അവിടെ കടന്നോട്ടെ എന്ന് ഇപ്പയും പറയും. പക്ഷേ എനിക്കത് ഇടങ്ങറാ. കാരണം വെള്ളം ഉണ്ടായിട്ട് നനച്ചു കൊടുക്കാതിരിക്കും ബുദ്ധിമുട്ടല്ലേ പാവങ്ങൾ. പിന്നെ ചാമ്പക്ക നിറയെ ഉണ്ടായിട്ടുണ്ട്. ഈ ചാമ്പക്ക ഞാൻ പൊടിച്ചിട്ട് കണ്ടപ്പോൾ മൊത്തം തൊടി മഴ പെയ്ത പോലെ നനച്ച് വിട്ടു. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ വെള്ളം കിട്ടുമ്പോൾ. മൊത്തം നനക്കൽ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനിയിപ്പോൾ ഏതായാലും ഉച്ചക്കലേക്ക് എന്തെങ്കിലും കറി കൂട്ടാൻ വെക്കണ്ട. അപ്പോൾ ഉപ്പേരിക്ക് എന്താണെന്നറിയോ, ഒരു ചക്ക പൊട്ടിക്കാമെന്നും പറഞ്ഞിട്ട് അവിടുന്ന് വലിയ തോട്ടിയുണ്ട്, ഒരു പ്ലാവുണ്ട്, വലിയ പ്ലാവ്. അത് നല്ല പ്ലാവാണ്. ഇത് മറ്റേ ഇടിച്ചക്ക പോലെ, കടച്ചക്കൻ്റെ പോലെയാണ്. ആദ്യം തട്ടിയ വേണം ചക്ക കേട്ടോ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒരു ചക്കയും പൊടിച്ചിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടേ തോട്ടിയും കൊണ്ട് അതും പൊടിച്ചിട്ട് പോവാ കേട്ടോ. ഇടിച്ചക്ക പൊടിച്ച് നോക്കുമ്പോൾ ഒരു ചെട്ടിയിൽ 3 ചക്ക കേട്ടോ, അതും വീണു. 3 എണ്ണം കിട്ടി. അപ്പോൾ അതും കൊണ്ട് പോവുകയാണേ. ഇനി കറി വെക്കണം, ചോറ് വെക്കണം, കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ എത്രയും ഇട്ട് ഇന്നത്തെ വീഡിയോ, എൻ്റെ നനക്കൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.